നമസ്കാരം. ചീഫ് എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ചീഫ് എഡിറ്റേഴ്സ് കോളത്തിൻ്റെ വിഷുദിന ആശംസകൾ നേരുന്നു. ഒപ്പം യോഗനാഥൻ ന്യൂസിൻ്റെയും. ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളം ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, SN കോളേജ് സുവർണ ജൂബിലി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ശക്തമായ എതിർപ്പുകൾ പല ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജിയടക്കമുള്ള, അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ശ്രീനാരായണ സഹോദര ധർമ്മവേദി അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പദവിയിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനമാനങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ടതല്ലേ? ഈ വിഷയമാണ് ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദാണ്. നമസ്കാരം സാർ. ഒപ്പം തന്നെ വിഷു ആശംസകൾ. സാർ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് അതിശക്തമായ ഒരു തിരിച്ചടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. ഇടയ്ക്ക് വെച്ച് ശുഭാപ്തി വിശ്വാസമൊക്കെ അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചു കണ്ടു. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായി അതിശക്തമായൊരു വിധിയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഈ ആദ്യഘട്ടത്തിൽ സാർ ആ വിധിയെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? സംഘടന ഏത് തരത്തിലാണ് ഈ വിഷയത്തെ വിലയിരുത്തിയത്? ഈ വിധി എന്ന് പറയുന്നത് SN ട്രസ്റ്റിൽ കാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾക്ക് വിരാമം കുറിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പായിട്ടാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ 25 വർഷത്തിലേറെയായിട്ട് SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും അമരക്കാരനായിട്ടിരുന്നു കൊണ്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ നിരവധി അഴിമതികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 112ഓളം കേസുകൾ ക്രിമിനൽ കുറ്റം ചുമത്തി അകത്താക്കാവുന്ന തരത്തിലുള്ള 112ഓളം കേസുകളാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം അദ്ദേഹം സർക്കസുകാരൻ്റെ ഒരു കരവിരുതോടുകൂടി ഗവൺമെൻറ്റിനെയും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നീതിന്യായ കോടതികളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ അദ്ദേഹത്തിന് തിരിച്ചടിയാണ് ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് ഇതെല്ലാം നോക്കിക്കാണുമ്പോൾ മനസ്സിലാവുന്നത്. ജൂബിലി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 55 ലക്ഷം രൂപയോളം അദ്ദേഹം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇത് അന്ന് കേസ് കൊടുത്തിരുന്നെങ്കിലും ഇതിൻ്റെ തെളിവുകളെല്ലാം പോലീസിനെയും ഗവൺമെൻറ്റിനെയും എല്ലാം സ്വാധീനിച്ച് മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ കൊല്ലം CJM കോടതിയാണ് ഇത് പുനരന്വേഷണത്തിനായി വയ്ക്കുന്നത്. ഏകദേശം തെളിവ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇത് വെള്ളാപ്പള്ളി നടേശന് എതിരാവും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ടോ ഈ കേസ് പുനരന്വേഷണം നടത്താൻ പോലീസ് കൊടുത്ത അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. CJM കോടതിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് ഇത്രയും തെളിവ് സഹിതം 55 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് പോയി എന്നുള്ള പൂർണ്ണമായ തെളിവോടുകൂടിയാണ് പരാതിക്കാരൻ ഈ കേസ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും. അപ്പം അങ്ങനെ കൊടുത്ത കേസിലും സാക്ഷിമൊഴിയുണ്ട്. അന്ന് ഈ ജൂബിലി ഫണ്ട് ആയിട്ടല്ലേ ഈ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകളുടെ സാക്ഷിമൊഴികളടക്കം ഈ ഫണ്ട് തട്ടിപ്പ് നടത്തിയ, അല്ലെങ്കിൽ ഈ സ്വന്തം അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട് മാറ്റി എന്ന് പറയപ്പെടുന്ന രേഖകളടക്കം കോടതിയിൽ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ആ പോലീസിൻ്റെ റിപ്പോർട്ടിൽ വന്ന വ്യാഖ്യാനം കൊണ്ടാണ്, തെറ്റായ വ്യാഖ്യാനം കൊണ്ടാണ് ഇത് പുനരന്വേഷണം നടത്തണമെന്ന് CJM കോടതി ഉത്തരവിട്ടത്. പക്ഷെ അതിനെതിരെ ഈ പരാതിക്കാരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും
ഹൈക്കോടതി അവിടെ കണ്ടെത്തിയിരിക്കുന്നു. എന്ത്? ഈ പറഞ്ഞതെല്ലാം, പരാതിക്കാരൻ പറഞ്ഞതെല്ലാം സത്യസന്ധമാണ്, വസ്തുതാപരമാണെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഒരു പുനരന്വേഷണത്തിൻ്റെ ആവശ്യം ഈ കേസിലില്ല. ഈ കേസ് കൃത്യമായ ദിശയിലൂടെയാണ് അന്വേഷണം നടന്നിരിക്കുന്നത്. ഇതിൽ വെള്ളാപ്പള്ളി കുറ്റാരോപിതനല്ല, കുറ്റവാളിയാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ ട്രസ്റ്റിൻ്റെ ബയല ഭേദഗതി ചെയ്തുള്ള സ്കീമിൽ പറയുന്നുണ്ട്, കുറ്റാരോപിതരായിട്ടുള്ളവർ ട്രസ്റ്റിൻ്റെ ഭാരവാഹിത്വം വഹിക്കുവാൻ പാടില്ല എന്നാണ് പുതിയ നിയമാവലിയിൽ അനുശാസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തുടർന്ന് ഈ കേസിൻ്റെ വിധി പൂർണ്ണമാകുന്നതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ പൂർണ്ണമായും എസ് എൻ ട്രസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകേണ്ട എല്ലാ അവസ്ഥകളും സംജാതമായിരിക്കുന്നു. ഈ കേരളീയ സമൂഹം ഒന്നാകെ ഇതിനെ എതിർക്കുന്നു. ശ്രീനാരായണീയ സമൂഹം വളരെ ആശങ്കാകുലമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. എന്നൊക്കെ ഇരുന്നിട്ടും വെള്ളാപ്പള്ളി നടേശൻ യാതൊരു കൂസലുമില്ലാതെ ആ കസേരയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് രസകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല. ഇന്ന് നല്ലൊരു ദിവസമാണ്, വിഷു ദിനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടോക്കിനുള്ള ദിവസമല്ല ഇന്ന്. ഇന്ന് നന്മയുടെയും സമൃദ്ധിയുടെയും എല്ലാം ഭഗവത് കാരുണ്യം എല്ലാം എല്ലാവരിലും ചൊരിയപ്പെടുന്ന ഒരു ദിവസമാണ്. ഒരു നല്ല വർഷത്തിൻ്റെ, പുതുവർഷത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ കൂടിയും സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ദിവസമാണ്. പക്ഷേ നന്മ ചെയ്യണമെന്നാണല്ലോ. നന്മയുടെ വിജയം അതാണല്ലോ ഇന്ന് ഈ വിധി എല്ലാം വന്നത്. ഞാൻ പറഞ്ഞ ഈ ദിവസത്തോട് ചേർന്നാണ് വന്നിരിക്കുന്നത്. അപ്പം നന്മയുടെ വിജയമല്ലേ സത്യത്തിൻ്റെ വിജയം എവിടെയും ഉണ്ടാകും. നീതിപീഠത്തിൽ നിന്ന് നീതി അവസാനം ലഭിക്കും എന്നുള്ളതിന് നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. നീതി ദേവത എന്നും കണ്ണുപൂട്ടിയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അവിടെ ആളുകൾ മാറി മാറി വരും. ആ നീതി നിലനിന്നില്ലെങ്കിൽ ഈ ലോകം തന്നെ തിന്മയുടെ കീഴിലേക്ക് പോകും. അതുകൊണ്ട് നന്മ എന്നും വിജയിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ ആ നന്മ വിജയിക്കുന്നതിന് വേണ്ടി എല്ലാ നീതിപീഠങ്ങളും നീതി ദേവത കണ്ണു തുറക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യം. മറ്റൊരു കാര്യം, ഈ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികരണം വന്നു വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന്. വന്നിരിക്കുന്ന പ്രതികരണം ആർക്കും ചേർന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് തെളിയട്ടെ എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. പക്ഷേ അത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെയാണ്, സാമ്പത്തിക ക്രമക്കേട് തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മേൽ എത്ര കുറ്റം ആരോപിക്കപ്പെട്ടാലും എത്ര ജനങ്ങൾ എനിക്കെതിരായാലും ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ തന്നെ ഇരിക്കും എന്നുള്ളതാണ് അദ്ദേഹം വാശി പിടിക്കുന്നത്. ഒരിക്കലും നീതിബോധമുള്ള ധാർമ്മികതയുള്ള ഒരു വ്യക്തിക്ക് ചേർന്നതോ ഭൂഷണമോ അല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഇത്തരത്തിൽ ഇതിൽ തുടരുന്നതും. കാരണം ഈ എസ് എൻ ട്രസ്റ്റിൽ മാത്രമല്ല, SNDP യോഗത്തിൽ ഈ കഴിഞ്ഞ 26 വർഷമായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം SNDP യോഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SNDP യോഗത്തിൽ നിന്നും ഇദ്ദേഹം കഴിഞ്ഞ 2 വർഷം ആകാൻ പോകുന്നു ഇലക്ഷൻ നടന്നിട്ട്. ആ ഇലക്ഷനെ നേരിട്ട ആളാണ്, അദ്ദേഹത്തിനെതിരെ നിന്ന് ഇലക്ഷനെ നേരിട്ട ആളാണ് ഞാൻ. പക്ഷേ അദ്ദേഹം തന്നെ SNDP യോഗം ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണെന്ന്, ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയിലെ ഡയറക്ടറായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. ആദ്യം ഇലക്ഷൻ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ആ നോൺ ട്രേഡിംഗ് കമ്പനിയുടെ ഡയറക്ടറായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ആ നോൺ ട്രേഡിംഗ് കമ്പനിയുടെ ഡയറക്ടറായിട്ട് മത്സരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു കമ്പനിയിലും ഡയറക്ടർ ആവണമെങ്കിൽ ആദ്യം അവർക്ക് വേണ്ടുന്ന യോഗ്യത, അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ആ ഡയറക്ടർ ആവുന്ന ആളിന് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതിന് DIN എന്ന് പറയും. ഈ DIN നമ്പർ വേണമെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നു. ഒരു സ്പെഷ്യൽ ക്ലോസ് ആയിട്ട് തന്നെ കൊടുത്തിരുന്നു. DIN നമ്പർ ഈ SNDP യോഗത്തിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കാൻ വരുന്ന എല്ലാവരുടെയും DIN നമ്പർ രേഖപ്പെടുത്തിയിരിക്കണമെന്നുണ്ടായിരുന്നു.
SNDP യോഗത്തിലെ മത്സരിച്ച ഭൂരിഭാഗം ആളുകൾക്കും ഈ ഡിൻ നമ്പർ ഇല്ലായിരുന്നു. ഈ ഔദ്യോഗിക പക്ഷത്ത് നിന്ന് മത്സരിച്ച വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർക്കും ഇല്ലായിരുന്നു. അവരുടെ ഡിൻ സാധുവല്ലായിരുന്നു. എന്നിട്ടും അവർ വെച്ച ആള് തന്നെ അവരെ എലിജിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നോമിനേഷൻ ആക്സെപ്റ്റ് ചെയ്തു ആര് റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ അത്തരത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ഈ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിനെ ചലഞ്ച് ചെയ്യുകയും ചെയ്തു. ചലഞ്ച് ചെയ്ത കേസ് ഇന്നും കോടതിയിൽ കിടക്കുകയാണ്. സിവിൽ കോർട്ടിലാണ് അതിൻ്റെ കേസ് കിടക്കുന്നത്. അപ്പോൾ ആ ഡിൻ നമ്പർ ഇല്ലാതിരുന്നിട്ടും ഇത്രയും കാലം ഇപ്പം സാനുമാഷ് ഹൈക്കോർട്ടിലൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൈക്കോർട്ടിൽ നിന്ന് ജഡ്ജ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. എന്താണ്, ഈ ഡയറക്ടർമാരെല്ലാം ഡിൻ നമ്പർ ഇല്ലാത്തത് കൊണ്ട് അയോഗ്യരാണെന്ന് പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റ് വന്നു. അത് അവിടുന്ന് നേരെ അവർക്ക് പക്ഷേ അതിനകത്ത് വിധി പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. അവർ അത് കണ്ടെത്തി, സത്യം ഇതാണെന്ന് കോടതി കണ്ടെത്തി. പക്ഷെ കോടതിയല്ല അതിൻ്റെ ഇത് നോൺ ട്രേഡിംഗ് കമ്പനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായതുകൊണ്ട് കമ്പനി രജിസ്ട്രാർക്ക്, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള നോൺ ട്രേഡിംഗ് കമ്പനി ഇരിക്കുന്ന കമ്പനി രജിസ്ട്രാർക്ക് അത് അയക്കുകയും രജിസ്ട്രാർ വളരെ വിചിത്രമായ ഒരു ഉത്തരവോടുകൂടി അത് തിരിച്ച് ഇതിന് സിവിൽ കോർട്ടിലാണിത് ഇനി ഇതിന് തീരുമാനം പറയേണ്ടതെന്ന് പറഞ്ഞ് അത് മടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സിവിൽ കോർട്ടിൽ പോയിട്ടുണ്ട്. സിവിൽ കോർട്ടിൽ ആ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലനിൽക്കുന്ന അവസ്ഥ. അപ്പോൾ എത്ര ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ 2 വർഷമായിട്ടുള്ള SNDP യോഗത്തിൻ്റെ ഔദ്യോഗികമായ പദവിയിലുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം എങ്ങനെയാണ് പിന്നെ ആ ഔദ്യോഗിക പദവി വഹിച്ചുകൊണ്ട് ഇപ്പോഴും അതിൽ തുടരുന്നതെന്ന് ചോദിക്കുമ്പോൾ SNDP യോഗത്തിൻ്റെ ബയലായിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു അപാകതയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എഴുതപ്പെട്ട് വെച്ചിരിക്കുന്നത് അടുത്ത ഒരു ഭരണസമിതി, ഇപ്പോൾ 2 വർഷത്തിന് മുമ്പ് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. SNDP യോഗത്തിൻ്റെ കാലാവധി കഴിഞ്ഞ 5 വർഷം, 3 വർഷമായിരുന്നു, അത് 5 വർഷമാക്കി. ആ 5 വർഷം എന്നുള്ളതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും ഇപ്പോൾ വീണ്ടും 2 വർഷം പോയി. അപ്പോൾ ആ 2 വർഷം കഴിഞ്ഞിട്ടും അവിടെ ഇരിക്കുമ്പോൾ പറയുന്നത് ഈ ജനാധിപത്യ സംവിധാനത്തോടുള്ള ഒരു വെല്ലുവിളിയും കൂടാതെ ജനാധിപത്യപരമായിട്ട് 5 വർഷം തിരഞ്ഞെടുത്തിരുന്നു. 5 വർഷം കഴിഞ്ഞ് 2 വർഷവും കൂടെ ഇവിടെ ബയലായിൽ ഇങ്ങനെ എഴുതി ചേർത്ത്, അതും വേണമെന്ന് വെച്ചാൽ തന്നെ എഴുതി ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എഴുതി ചേർത്ത സംവിധാനം വെച്ചുകൊണ്ട് ഇപ്പോൾ 2 വർഷവും കൂടെ തുടർന്നിരിക്കുക. അത് ജനാധിപത്യ സംവിധാനമല്ല. SNDP യോഗത്തിൽ ജനാധിപത്യമേ ഇല്ല. അത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു യൂണിയനുകളിലും വ്യവസ്ഥാപിതമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയില്ല, ശാഖകളിലില്ല. എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് നടക്കുന്നത്. ഏതാണ്ട് 80% നമ്മൾ വ്യവസ്ഥാപിതമായി തിരഞ്ഞെടുക്കാതെ എടുത്തു വെക്കുന്ന കമ്മിറ്റികളും ആ വരുന്ന കമ്മിറ്റിക്കാർ ആരെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ട് അവരെ പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററെ വെക്കുന്ന അവസ്ഥയുമാണ് SNDP യോഗത്തിൽ മൊത്തമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്വേച്ഛാധിപത്യ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SNDP യോഗത്തിൽ നിന്നും യഥാർത്ഥത്തിൽ ധാർമ്മിക ബോധമുള്ള ആളാണെങ്കിൽ SNDP യോഗത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായും ശ്രീനാരായണ സമൂഹത്തെ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതൊരു വലിയ ആ ഒരു വഞ്ചനയിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തി എടുക്കേണ്ട ഒരു രക്ഷപ്പെടുത്തലിന് വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ള നിരവധി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മം ഇന്ന് SNDP യോഗത്തിലില്ല. ഞാൻ ചോദിക്കുന്നുള്ള, ഞാൻ വഞ്ചന അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ അത്രയും കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ശ്രീനാരായണ ദർശനങ്ങളും ശ്രീനാരായണ ധർമ്മവും SNDP യോഗത്തിലില്ല. മുമ്പുള്ള പല മഹാരഥന്മാരും ശ്രീനാരായണ ദർശനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ ദർശനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാണ്
SNDP യോഗം എന്ന ഈ മഹാപ്രസ്ഥാനം ഇത്രയും മുകളിലേക്ക് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആദർശത്തെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് എന്താണ് അതിന് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എങ്കിൽ തന്നെയും സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഗുരുവിൻ്റെ ദർശനം മൊത്തം വളച്ചൊടിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചെടുത്ത് തന്നെയാണ് ചെല്ലുന്നത്. സത്യം എന്നും മറ നീക്കി പുറത്തു വരും, അതവിടെ ജ്വലിച്ചു നിൽക്കും. ഗുരു ശ്രീനാരായണ ഗുരുദേവനാണ് SNDP യോഗത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത്. അതായത് ശ്രീനാരായണ ഗുരുവിനാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ ഗുരു എന്ന് പറഞ്ഞാൽ സത്യമാണ്. ആ ഗുരു SNDP യോഗത്തിൽ ഗുരുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ സത്യം മുമ്പേ പറഞ്ഞതുപോലെ മറ നീക്കി പുറത്തു വരും. അപ്പോൾ ഇതെല്ലാം ശരിയാവും. SNDP യോഗം നേരായ ദിശയിലേക്ക് നയിക്കപ്പെടും. അതിന് ഗുരു തന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ വരും. ആ സത്യം പുലർത്തും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ഏത് പുരാണങ്ങളിലേക്ക് കടന്നു ചെന്നാലും അവസാനം സത്യം വിജയിച്ചേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സത്യത്തിൻ്റെ ഭാഗത്തെ വിജയം കണ്ടിട്ടുള്ളൂ. അത് SNDP യോഗത്തിൽ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കവും. സംസ്കാരശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാനും, അതായത് വെള്ളാപ്പള്ളി ഞാനും കുടുംബവും മതി എന്നുള്ള തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നു. അതിപ്പം നമ്മൾ നേരത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു, നമ്മുടെ കലാഭവൻ മണി അഭിനയിച്ച ഒരു പടമുണ്ട്, അറിയോ? വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറയുന്ന പോലെയാണ്. അതേപോലെയാണ് പറയുന്നത്. എന്താ പറയുന്നതെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അതാണ് ഇന്ന് SNDP യോഗത്തിൻ്റെ അവസ്ഥ. അതാ കലാഭവൻ മണി പറഞ്ഞ പോലെ ആണ്, ആ സിനിമ പോലെയാണ്. പക്ഷേ ഇതെല്ലാം ജനം വളരെ അവജ്ഞയോടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ്, സ്വയമേവ അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞ് അതിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. കാലത്തിനനുസരിച്ചുള്ള മാറ്റം അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ നമ്മൾ വാശി പിടിക്കുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ കാലം എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ പുറകിൽ പോകാൻ നമ്മൾ തയ്യാറായെങ്കിലേ നമുക്കും സാമൂഹിക ജീവിയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതെ. അപ്പോൾ അതാണ് സത്യത്തെ നമ്മൾ അംഗീകരിക്കണം. കാലത്തിന് എല്ലാം നമ്മൾ കാലത്തിന് അതീതമായിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. കാലത്തിനനുസരിച്ച് നമ്മളെല്ലാം മാറും. കാലം ആണ് എല്ലാം നിയന്ത്രിക്കുന്നത്. തീർച്ചയായും. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ഈ തിരിച്ചടിയെന്ന് വ്യാഖ്യാനിക്കുകയല്ലേ, അങ്ങനെയൊന്നും ഇല്ല, ഞാനിപ്പോൾ ഉടനെ സുപ്രീം കോടതിയെ സമീപിക്കും, കാര്യങ്ങളെല്ലാം അവിടെ തീരുമാനം. അപ്പോൾ ഒരു കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് പോയി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന പ്രവണത ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇലക്ഷൻ കേസ് കൊടുത്ത് അതിനെപ്പോലും അതാരും പറയാത്ത ഒരു കാര്യമാണ്, ഞങ്ങൾ പോലും പറയാത്തൊരു കാര്യമാണ്. ഇലക്ഷൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് കയറാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് എത്ര കാലം ഇനി ഇതിനകത്ത് ഇങ്ങനെ തുടരാൻ പറ്റുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഇലക്ഷനിൽ ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി. അപ്പോൾ ആ ഡിസ്ക്വാളിഫൈഡ് ആയ സമയത്ത് അടുത്ത നയം എന്താണ് ഇതിനകത്തിരിക്കാനെന്നുള്ളതിനെ സംബന്ധിച്ച് ഗഹനമായി ചിന്തിച്ച് വക്കീലന്മാരെ വിട്ട് അവിടെയൊക്കെ സ്വാധീനിക്കാവോ അവിടെ എല്ലാം സ്വാധീനിച്ച് അവരെ കൊണ്ട് കേസ് പറഞ്ഞ് അത് നീട്ടി അടുത്ത സ്ഥലത്തേക്ക് വിടുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അത് തന്നെ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു, സാറടക്കമുള്ളവർ. അതിനൊന്നും പ്രതികരണങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. ഇത്തരം ആരോപണങ്ങൾ വന്നാൽ മിണ്ടാതിരിക്കുക എന്നുള്ളൊരു സ്വഭാവമാണോ ഇപ്പോൾ വെള്ളാപ്പള്ളി കാലഘട്ടം? അത് എന്തിനും ഏത് വിഷയത്തിലും അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ബുദ്ധിപരമായ സമീപനമാണല്ലോ. ഒന്നിനെ ബെറ്റ് ഉള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കും തോറും അത് കൂടുതൽ ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കും. പ്രതികരിക്കാതിരുന്ന ആരും അറിയത്തില്ല, ആ അന്നേരം കേട്ടവരെ അറിയത്തുള്ളൂ. അത് ബുദ്ധിപരമായ ഒരു ടാറ്റിക്സ്. അതെ. അപ്പോൾ സംഘടന ഏത് തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ? കാരണം ഹൈക്കോടതിയുടെ നിന്ന് അതിശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഞങ്ങൾ ഇതിനെ ശക്തമായി നേരിടും. ഇതിനേന്നല്ല, SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന അപജയങ്ങളും SN ട്രസ്റ്റിനകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളും, ഇതെല്ലാം ഇതിന് രണ്ടിനും മാറ്റം ഉണ്ടായേ പറ്റത്തുള്ളൂ, ഒന്നിന് മാത്രമല്ല. അപ്പം ഈ SNDP യോഗത്തിൻ്റെ ഒരു ശിശുവാണ് SN ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രസ്റ്റ് SNDP യോഗത്തിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും ശുദ്ധീകരിച്ചെടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം SN ട്രസ്റ്റ് ആർ ശങ്കറിനെ പോലുള്ള ഒരു മഹാരഥൻ ഈ SN ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് പല വീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഈ പിന്നെ സമൂഹത്തിൻ്റെ താഴെ തട്ടിക്കിടക്കുന്ന ആളുകളെ ഉദ്ധരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് SN ട്രസ്റ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ SN ട്രസ്റ്റിൽ നിരവധി സ്ഥാപനങ്ങളുണ്ടാക്കി. ഇന്നും എനിക്ക് തോന്നുന്നു തുഷാർ വെള്ളാപ്പള്ളി ഇന്നത്തെ ഞാൻ കൗമുദി എടുത്തപ്പോൾ കണ്ട് 108ഓളം സ്ഥാപനങ്ങൾ SNDP യോഗം ഉണ്ടാക്കിയെന്ന് പറയും. ഇവരുടെ കാലത്ത് എവിടാണെന്ന് എനിക്കറിയത്തില്ല. പേരെടുത്ത് പറയാൻ എവിടെങ്കിലും ഒരു സ്ഥാപനം കാണിച്ചു തരാൻ അങ്ങനെ ഉണ്ടാക്കിയതായിട്ട് നമുക്കറിയത്തില്ല. അപ്പം വെറുതെ ഇങ്ങനെ ആളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇതിലൊന്നും ഒരു വാസ്തവമില്ല. പക്ഷേ SN ട്രസ്റ്റിൽ മുമ്പുള്ള ആളുകൾ, അല്ലെ വെള്ളാപ്പള്ളി നടേശന് മുമ്പുള്ള ആളുകൾ നിരവധി സ്ഥാപനങ്ങളുണ്ടാക്കി ഈ SNDP യോഗത്തെ ഒരു മഹാപ്രസ്ഥാനമായി വളർത്തിയെടുക്കുന്നതിന് വളരെ പങ്കുവഹിച്ച സ്ഥാപനമാണ് SN ട്രസ്റ്റ്. അപ്പോൾ ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. SNDP യോഗത്തെക്കാട്ടി ദയനീയമാണ് SN ട്രസ്റ്റിൻ്റെ അവസ്ഥ. SNDP യോഗത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, SNDP യോഗത്തിൻ്റെ കൊല്ലത്താണ് അതിൻ്റെ കേന്ദ്ര സെൻട്രൽ ഓഫീസ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ആരും പോകാറൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം കണിച്ചുകുളങ്ങരയാണ് നടക്കുന്നത്. പക്ഷെ ആ കൊല്ലം SNDP യോഗം ഓഫീസിൽ പിന്നോക്ക വികസന കോർപ്പറേഷൻ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുക. അപ്പം ഇത്രയും ബൃഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. SNDP യോഗത്തിൽ ഇതൊക്കെ ഉണ്ടാക്കി എന്ന് ദിവസവും ഇരുന്ന് വിളിച്ച് പറയുന്ന പുള്ളിനടേശൻ SNDP യോഗത്തിൻ്റെതായ സ്ഥലത്ത് ഒരു SNDP യോഗത്തിനൊരു ഓഫീസ് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 26 വർഷം ആ കസേരയിൽ ഇരിക്കാൻ പറ്റിയെന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ചെയ്തിരിക്കുന്നത് SN ട്രസ്റ്റിൻ്റെ സ്ഥലത്താണ് SNDP യോഗത്തിനൊരു ഓഫീസ് പണിഞ്ഞത്. ആ പണിഞ്ഞെടുത്ത കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ അതിന് ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ടിരിക്കുന്നു. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് അവർ കൊണ്ടുവന്ന് നോട്ടീസ് അടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയുന്ന, ഈ കാലത്തിന് മുമ്പേ കാലത്തിൻ്റെ കാര്യം പറഞ്ഞതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാലത്തിനനുസരിച്ച് ചിന്താശേഷി ഇല്ലാത്തതും കാലത്തിൻ്റെ കൂടെ ഓടാൻ പറ്റാത്തതും ആണിതിൻ്റെ കുഴപ്പം. അല്ലെങ്കിൽ SNDP പോലൊരു പ്രസ്ഥാനം ഇന്ന് എവിടെ ചെന്ന് നിൽക്കേണ്ടതാണ്. അപ്പം ഇപ്പം ഈ കാലത്തിനനുസരിച്ചുള്ള പോക്കല്ല ഇപ്പോൾ SNDP യോഗം പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും റിവേഴ്സ് കറങ്ങുവാണ് SNDP യോഗം എന്ന് നമ്മൾ പറയണം. കാരണം മുകളിലേക്ക് കയറിയിരുന്നത് ഈ ഏതാണ്ട് ഈ ഒരു ദശകാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിത് റിവേഴ്സാണ് ഓടുന്നത്. SNDP യോഗം റിവേഴ്സ് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചില ആളുകളുടെ സങ്കുചിതമായ മനോഭാവമാണ് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. SNDP യോഗത്തിൽ മറ്റാരും വളർന്നു വരാൻ എന്നതിനെ അംഗീകരിക്കാതിരിക്കുക, ആരും വളർന്നു വരാനുള്ള എന്താണ് SNDP യോഗം നയിച്ചിരുന്നവരുടെ എല്ലാം ചിന്താധാര എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൽ താഴെ തട്ടി കിടക്കുന്ന ശ്രീനാരായണീയരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന SNDP യോഗത്തിൻ്റെ ഇന്നത്തെ നേതൃത്വം
എനിക്ക് തുല്യമായിട്ട് ഒരാൾ പോലും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വളർന്നു വരരുതെന്നുള്ളതാണ്. അങ്ങനെ ഒരാളെയും സപ്പോർട്ട് ചെയ്യുന്ന ആട്ടും അറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കറിയാം എവിടെയെങ്കിലും ഒരു SNDP-കാരൻ അല്ലെങ്കിൽ ഒരു താഴെ തട്ടി കിടക്കുന്ന ഒരാൾ മുകളിലേക്ക് വരാൻ എന്താ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്? എവിടെ രാഷ്ട്രീയത്തിലായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. SNDP യോഗത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രധാന പോസ്റ്റ് ഗവർണറായിട്ടോ പിന്നെ മന്ത്രിയായിട്ടോ എന്തെങ്കിലും കിട്ടാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണെന്ന് നമ്മൾ ആലോചിക്കണം. അവിടുത്തെ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, റിവേഴ്സ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സാർ പറഞ്ഞതുപോലെ തന്നെ ഈ പല പ്രധാനപ്പെട്ട തിരിച്ചടികളും അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചടികൾ ഏറ്റുവാങ്ങുമ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ന്യായം, അതായത് SN ട്രസ്റ്റിന് ഇത്രയധികം ലാഭം ഉണ്ടായിക്കൊടുത്തൊരു വ്യക്തി താനാണ് എന്നുള്ളതാണ്. അത്തരമൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. SNDP യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ SNDP യോഗം ഓഫീസ് നിൽക്കുന്ന സ്ഥലം SN ട്രസ്റ്റിൻ്റെയാണ്. അതെ. ഇത്രയും കാലമായിട്ടും SNDP യോഗത്തിന് സ്വന്തമായിട്ട് SNDP യോഗത്തിൻ്റെതായ ഒരു ഓഫീസ് നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അത് SN ട്രസ്റ്റിൻ്റെ സ്ഥലത്ത് വെച്ചു. ഇപ്പം മൈക്രോ ഫിനാൻസ് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് മൈക്രോ ഫിനാൻസിന് വേണ്ടി പണം കടമെടുത്ത് അത് തിരിച്ചടയ്ക്കാതെ കിടന്ന് ഇപ്പം അവർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുക. അത് ഇത്രയും മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ സെൻട്രൽ ഓഫീസിലാണ് ഇതുകൊണ്ട് ഒട്ടിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് കാലത്തിനൊത്ത് ചിന്തിക്കുവാനോ കാലത്തിനൊത്ത് മാറ്റം വരുത്തുവാനോ കഴിയുന്നില്ല SNDP യോഗത്തിന് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാലത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് ആ ക്രമാനുഗതമായ മാറ്റം വരുത്താനും അതിനനുസരിച്ച് മാറാനും തയ്യാറല്ല. പഴയ ചിന്താഗതി വെച്ച് പുലർത്തി പോരുന്ന ഒരു പ്രവണതയാണ് ഇന്നും കണ്ടുവരുന്നത്. അതാണ് SNDP യോഗത്തെ ഇപ്പം നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അനന്തര ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായിട്ട് SNDP യോഗം റിവേഴ്സ് ഗിയറി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, റിവേഴ്സ് അടിക്കുകയാണ്. ഇതിൻ്റെ വളർച്ച ഇപ്പോൾ റിവേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം SNDP യോഗത്തിൽ സംഭവിച്ചേ മതിയാവത്തുള്ളൂ. യോഗത്തിലും ട്രസ്റ്റിലും മാറ്റം വരണം. അത് ഗുരു ആ ഒരവസ്ഥ ഇങ്ങനെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം പല നീതിന്യായ കോടതികളിൽ നിന്നും മറ്റു പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ഈ വിധികളും പ്രസ്താവനകളും ഒക്കെ വന്നുകൊണ്ടിരിക്കാൻ കാരണം ഗുരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീതിന്യായ ദേവത കണ്ണു തുറക്കും. ഗുരു സത്യമാണ്. ആ സത്യം എന്നും മറനീക്കി പുറത്തു വരും. അതെല്ലാ പ്രപഞ്ച സത്യമാണത്. സത്യം ജയിക്കുമെന്നുള്ളത് ഒരു കുഞ്ഞിന് പോലും അറിയാവുന്ന സത്യമാണ്. തീർച്ചയായും. ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ വെള്ളപ്പള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. അതായത് SN ട്രസ്റ്റിന് ഇത്രയധികം ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ, എന്നെക്കുറിച്ചാണ് ഈ അപഖ്യാതകളെല്ലാം നിങ്ങൾ പറഞ്ഞു വരുത്തതെന്ന്. SN ട്രസ്റ്റിന് എന്ത് ലാഭം ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം ഇതിനെ ഈ വിഷയം വരുമ്പോൾ ന്യായീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ SN ട്രസ്റ്റിൻ്റെ ബാലൻസ് ഷീറ്റിൽ എത്ര കോടി രൂപ ബാലൻസ് ഉണ്ടെന്നൊന്നും പ്രഖ്യാപിക്കട്ടെ. ഈ 26 വർഷമായിട്ട് അദ്ദേഹം ഭരിക്കുമല്ലേ. SN ട്രസ്റ്റിൽ എത്ര രൂപ ബാലൻസ് ഇപ്പോൾ ഉണ്ട് അതൊന്ന് വെളിപ്പെടുത്തട്ടെ. SN ട്രസ്റ്റിൻ്റെ വരുമാനം ഒന്ന് കൃത്യമായിട്ട് അസസ് ചെയ്യട്ടെ. 26 വർഷം കൊണ്ട് വന്നിരിക്കുന്ന വരുമാനം അത് എവിടേക്കാണ് പോയത്, എവിടേക്കാണ് ചിലവാക്കിയിരിക്കുന്നത്, അവിടെ ബാലൻസ് ഷീറ്റിൽ അതുണ്ടോ, അതൊന്ന് പൊതുസമൂഹത്തോട് പറയാൻ അദ്ദേഹം തയ്യാറാവട്ടെ. നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയവും. ഇത് തന്നെയാണ്. SN ട്രസ്റ്റിലേക്ക് കണക്കില്ലാത്ത സ്വത്താണ് വരുന്നത്. ഈ സ്വത്ത് എവിടെ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. SN ട്രസ്റ്റിന് സ്വത്ത് വന്നിട്ടുണ്ട്. ഇത് എവിടെ? SN ട്രസ്റ്റിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഈ ഫണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതെല്ലാം നിർത്തി ഞങ്ങൾ നിർത്തിപ്പോവും. ഈ പ്രവർത്തനം ഇതിന് ഒരു പറയുന്നല്ലോ, ഞങ്ങൾ SNDP യോഗത്തിനോ ഒക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനൊന്നിനും എതിരല്ല നമ്മൾ. ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം. ഇപ്പം ഈ ചോദിച്ച ചോദ്യം കറക്റ്റാണെങ്കിൽ അതിന് വ്യക്തമായ മറുപടി പറയുകയാണെങ്കിൽ, മറുപടി പറഞ്ഞാൽ മാത്രം പോരാ, തെളിയിക്കണം. ആ മറുപടി സത്യസന്ധമാണെന്ന് തെളിയിക്കണം. ഇതിൻ്റെ ബാലൻസ് ഷീറ്റിൽ SN ട്രസ്റ്റിൻ്റെ ബാലൻസ് ഷീറ്റിൽ 26 വർഷമായിട്ട് അതിന് വന്നിരിക്കുന്ന വരുമാനവും
ചിലവാക്കിയിരിക്കുന്നത് ഇന്നടുത്താണെന്നും ബാക്കി ഇത്ര രൂപ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഈ ഞങ്ങൾ യഥാർത്ഥത്തിൽ SNDP യോഗത്തിലെ ചെയ്വനക്കെതിരെ അല്ലെ നടത്തിപ്പിനെതിരെയാണ് സമരം ചെയ്യുന്നത്. അല്ലാതെ SNDP യോഗത്തിനെതിരെയോ SN ട്രസ്റ്റിനെതിരെയോ ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തുമില്ല, പ്രവർത്തിക്കത്തുമില്ല. അപ്പം ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് ശരിയായ ദിശയിലല്ലെന്ന് കണ്ടുകൊണ്ടാണ്. ശരിയായ ദിശയിലാണെന്ന് ഇപ്പം ചോദിച്ച ചോദ്യം പോലെ അതിന് വ്യക്തമായ മറുപടിയും വ്യക്തമായ തെളിവുകളും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ നിർത്തും. കാരണം നമുക്കിതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഇത് ശുദ്ധീകരിക്കണം, നേരെ പോകണം. ഇത് എല്ലാ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും താഴെത്തട്ടിൽ കിടക്കുന്നവരെ മുകളിലേക്ക് ഉദ്ധരിക്കാനും വേണ്ടി ഗുരു എന്തുദ്ദേശിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മഹാന്മാരായി ഇത് മുമ്പ് നയിച്ചിരുന്നവരെന്ത് ലക്ഷ്യത്തിലാണ് ഇത് കൊണ്ടുവന്നത്, ആ ലക്ഷ്യം നിറവേറ്റുന്ന തരത്തിലാണ് പ്രവർത്തനമെങ്കിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. നമ്മൾ ഈ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കും, അവരോടൊപ്പം നിൽക്കും. തീർച്ചയായും അങ്ങനെ ചെയ്യുന്നവരോട്. ഇപ്പോൾ ഈ ഇത്രയും നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ അടക്കം നീട്ടിക്കൊണ്ട് പോകുന്നു, അതിനുള്ള നൂലാമാലകൾ കണ്ടെത്തുന്നു, പല പരിപാടികളും ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ഇതൊക്കെ ഇനിയും കണക്കുകളടക്കം പ്രസിദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ശ്രീനാരായണ സമൂഹം അങ്ങനെ വിശ്വസിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ചെയ്യത്തില്ലല്ലോ. അതെ, ചെയ്യാൻ തയ്യാറാകുന്നില്ല. ചെയ്യാൻ തയ്യാറായാലും നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ നല്ല എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഈ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുടെയും വിഷയം ഇതാണ്. ആ വിഷയം കൃത്യമായിട്ട് അതിന് മറുപടിയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം നിർത്തും. ഇത്തരം ഈ ഒരു ആവശ്യം വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘടന. ഈ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ശരി. അപ്പൊ ആ ശരിയുടെ ഭാഗത്തൂടെ പോകാൻ തയ്യാറാണെങ്കിൽ പിന്നെ നമുക്കൊരു മറുശബ്ദമില്ല, അതിന്റെ ആവശ്യമില്ല. ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ശരിയായിട്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിയാണ് ചെയ്യുന്നത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ശബ്ദിക്കുന്നതിൽ അർത്ഥമില്ല, അങ്ങനെ ശബ്ദിക്കത്തുമില്ല. ആ ശരിയുടെ പാതയിലൂടെ നടക്കാനാണ് നമ്മൾ പറയുന്നതും ശരിയുടെ പാതയിലേക്ക് നയിക്കാനും വേണ്ടിയുള്ള സമരം മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. അത് ശക്തമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അതിൽ അവിടെ ആരിക്കണം എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, ആർക്കും ഇരിക്കാം, കഴിവുള്ളവരാരും ഇരുന്നോട്ടെ. പക്ഷേ ആ ശരിയിലൂടെ പോകുന്നവരായിരിക്കണം ഇരിക്കണ്ടേന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതിനുവേണ്ടി ശക്തമായിട്ട് നമ്മൾ ഇനിയും നമുക്ക് കഴിയുന്നിടത്തോളം കാലം അതിനുവേണ്ടി അതിൽ മാറ്റം ഉണ്ടാവുന്നത് വരെ, അത് ശരിയായിട്ട് ബോധ്യപ്പെടുന്നത് വരെയും നമ്മൾ സമരമുഖത്തായിരിക്കും. തീർച്ചയായും എന്തായാലും അതിശക്തമായ നിലപാട് തന്നെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇക്കാര്യത്തിൽ എടുക്കുന്നത്. എന്തായാലും തെറ്റിൻ്റെ ഭാഗത്തൂടെ സഞ്ചരിക്കാതെ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ തിരിച്ചടികൾ നിരന്തരം ഏറ്റുവാങ്ങിയിട്ടും അതിൽ നിന്ന് മനം മാറാതെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ് വസ്തുത. ചീഫ് എഡിറ്റേഴ്സ് കോളത്തിൽ സഹകരിച്ചതിനും ഈ വിഷയങ്ങൾ കൂടുതലായി ജനങ്ങളേക്ക് പകർന്നു നൽകിയതിനും നന്ദി. താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസ.